നമസ്കാരം. ടൈംസ് ഓഫ് ഇന്ത്യ സംഘടിപ്പിക്കുന്ന മാനിഫെസ്റ്റോയ് മീറ്റ് ദ ലീഡർ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതൊരു പരമ്പരയാണ്. തിരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മെ നയിക്കാൻ പോകുന്ന നേതാക്കന്മാരുമായി അവരെ കാണാനും അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യാനുമുള്ള ഒരു വേദി. കേരളത്തിൽ ചർച്ചകൾക്ക് ധാരാളം വേദികളും മാതൃകകളുമുണ്ട്. എന്നാൽ അതിൽ നിന്ന് മാനിഫെസ്റ്റോയ് മീറ്റ് ദ ലീഡർ വ്യത്യസ്തമാകുന്നത് ഇത് നമ്മളും നേതാക്കന്മാരും തമ്മിലുള്ള നേരിട്ടുള്ള ചർച്ച എന്നുള്ള രീതിയിലാണ്. നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും നേതാക്കൾ നേരിട്ട് ഉത്തരം നൽകുന്നു. ഇന്നത്തെ സദസ്സും വളരെ വ്യത്യസ്തമാണ്. കാരണം കേരളത്തിൻ്റെ സാംസ്കാരിക, സാമൂഹിക, സാമ്പത്തിക മേഖലകളിലെ പ്രമുഖരാണ് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാ പ്രമുഖ വ്യക്തികൾക്കും സ്വാഗതം. ടൈംസ് ഓഫ് ഇന്ത്യ ഇങ്ങനെ ഒരു പരിപാടിയുമായി മുന്നോട്ട് പോകുന്നു എന്നറിഞ്ഞപ്പോൾ ഞങ്ങളുമായി സഹകരിക്കാൻ തയ്യാറായ KCCIയുടെ ഭാരവാഹികൾക്കും അതുപോലെ തന്നെ നിംസിൻ്റെ മാനേജ്മെൻറ്റിനും അതുപോലെ തന്നെ കൈരളി TVക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചർച്ച നയിക്കുന്നത് പ്രശസ്ത മാധ്യമപ്രവർത്തകനും കൈരളി TVയുടെ MDയുമായ ശ്രീ ജോൺ ബ്രിട്ടാസ് ആണ്. പരിപാടിയുടെ നടത്തിപ്പിനായി അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. വളരെ വ്യത്യസ്തതയുള്ള ഒരു പരിപാടിയാണിത്. ഞാൻ സാധാരണഗതിയിൽ ആതിഥേയം വഹിക്കുന്ന പരിപാടികളിലാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. പക്ഷേ ഇത് ഞാനൊരു അതിഥിയാണ്. ടൈംസ് ഓഫ് ഇന്ത്യ ഗ്രൂപ്പ് നടത്തുന്ന പരിപാടി മോഡറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നോട് അവർ ആവശ്യപ്പെട്ടു. അല്പം മോഡറേഷൻ എനിക്കുണ്ടെന്നുള്ളൊരു ധാരണയിലായിരിക്കും അവർ എന്നോട് ഈ പരിപാടി മോഡറേറ്റ് ചെയ്യാൻ പറഞ്ഞത്. ഇന്ന് ടെലിവിഷൻ ഡിസ്കോഴ്സസ്, പൊളിറ്റിക്കൽ ഡിസ്കോഴ്സസ് വളരെ സങ്കീർണമായ ഒന്നാണ്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ശബ്ദം മാത്രമാണ് ഇത്തരമുള്ള രാഷ്ട്രീയ ചർച്ചകളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്, ടെലിവിഷൻ ചർച്ചകളിൽ നിന്ന്. ഷേക്സ്പിയർ പറഞ്ഞ പോലെ ഓൾ സൗണ്ട് ആൻഡ് ഫ്യൂറി വിത്തൗട്ട് എനി സിഗ്നിഫിക്കൻസ്. അപ്പോൾ അങ്ങനൊരു കാക്കഫണിക്ക് പകരം കുറച്ചും കൂടി വ്യക്തതയും സ്പഷ്ടതയും വരുത്താൻ വേണ്ടി, നമ്മുടെ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സിന് ഒരു വ്യക്തതയും സ്പഷ്ടതയും വരുത്താൻ വേണ്ടിയാണ് മാനിഫെസ്റ്റോയി എന്നുള്ള ഒരു പരിപാടിയുമായി ടൈംസ് ഓഫ് ഇന്ത്യ രംഗത്ത് വന്നിരിക്കുന്നത്. മാനിഫെസ്റ്റോയി എന്നുള്ളതിൽ എനിക്ക് തോന്നുന്നു ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു ബ്രാൻഡുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് അതിൻ്റെ ബാക്കിയായിട്ട് കാണേണ്ടത്. മാനിഫെസ്റ്റോയെയും ടൈംസ് ഓഫ് ഇന്ത്യയും കൂടി ബന്ധിപ്പിക്കുന്നൊരു സംഭവമാണ്. ബിസിനസ്സിൻ്റെ കാര്യത്തിൽ ടൈംസ് ഓഫ് ഇന്ത്യയെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ടോയ് എന്നുള്ള വാക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്. ഇപ്പം എൻ്റെ സുഹൃത്ത് വിശ്വംഭരൻ എന്നെ തുറച്ചു നോക്കുകയാണ്. ഡാൽമിയ സ്ത്രീധനമായി കൊടുത്ത ഒരു പത്രമാണ് ടൈംസ് ഓഫ് ഇന്ത്യ. ഡാൽമിയയുടെ പത്രങ്ങളെല്ലാം പൊട്ടി. പക്ഷേ ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പത്രമായിട്ട് ടൈംസ് ഓഫ് ഇന്ത്യ ഉരുത്തിരിയണമെങ്കിൽ അവരുടെ ആ ബിസിനസ് നൈപുണ്യവും കൂടി കണക്കിലെടുക്കണം. എന്തായാലും ഇത്തരമൊരു ദൗത്യം ടൈംസ് ഓഫ് ഇന്ത്യ ഏറ്റെടുത്തതിൽ ഞാൻ അവരെ ശ്ലാഘിക്കുകയാണ്. ഈ ഒരു പരിപാടിയുടെ പ്രത്യേകത ഒപ്പീനിയൻ മേക്കേഴ്സാണ് ഇവിടെയുള്ള ആൾക്കാരെല്ലാം. അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഗതിവിഗതിയെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ വ്യക്തിത്വത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ഒരു അനൗപചാരികമായ തലത്തിലുള്ള ഒരു പരിപാടിയായിട്ടാണ് ഇതിനെ സംഘാടകർ കാണുന്നത്. ശ്രീ പിണറായി വിജയൻ 10 മിനിറ്റോളം അദ്ദേഹം സംക്ഷിപ്തമായി അദ്ദേഹം എങ്ങനെയാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയെ നോക്കിക്കാണുന്നതെന്ന് ഇവിടെ വിശദീകരിക്കും. തുടർന്ന് ഇവിടെയുള്ള ആൾക്കാർക്ക് തങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ചില കാര്യങ്ങൾ ചോദിക്കാനും അല്ലെങ്കിൽ അത്തരമൊരു പരാമർശം നടത്താനുമുള്ള ഒരു വേദി ഉണ്ടാകും. ശ്രീ പിണറായി വിജയനെ എനിക്ക് വളരെ അടുത്ത് പതിറ്റാണ്ടുകളായിട്ടറിയാം. ഞാൻ കണ്ണൂരിലെ ഒരു സാധാരണ മാധ്യമപ്രവർത്തകനായിരിക്കുന്ന സമയത്ത് അദ്ദേഹം കണ്ണൂരിലെ CPMൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ 2 പ്രത്യേകതകൾ, വളരെ ഏറ്റവും പോസിറ്റീവായൊരു കാര്യം എനിക്ക് തോന്നിയതാണ്, ഒരു പക്ഷേ പലർക്കും തോന്നിയിട്ടുണ്ടാകാം. ഒരു ക്ലാരിറ്റി ഓഫ് കൺവിക്ഷൻ, അതായത് ഒരു കാര്യത്തിൽ വ്യക്തമായൊരു നിലപാട്, ആ നിലപാടിൽ അചഞ്ചലമായി ഉറച്ചു നിൽക്കുക എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു പോരായ്മയായിട്ട് ഞാൻ കാണുന്നത് പരദൂഷണം പറയാൻ വരുന്ന ആൾക്കാർ നിരാശരായി മടങ്ങേണ്ടി വരും. അതുകൊണ്ട് വിശ്വംഭരൻ സാറെ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഇനി അത്തരത്തിലുള്ള ഒരു പരിപാടിയിൽ വ്യാപൃതനായിരിക്കും.
ഇതാണ് ഞാൻ അദ്ദേഹത്തിൽ എഴുന്നു കാണുന്ന രണ്ട് പ്രത്യേകതകൾ. ടൈംസ് ഓഫ് ഇന്ത്യ ആയിട്ടുള്ള എൻ്റെ ബന്ധം കഴിഞ്ഞ 30 വർഷമായിട്ട് ഞാൻ ടൈംസ് ഓഫ് ഇന്ത്യയുടെ വളരെ ഡിലിജൻ്റ് ആയിട്ടുള്ള ഒരു റീഡറാണ്. 1987 ഡൽഹിയിലെത്തിയ മുതൽ ഇന്ന് വരെ മുടങ്ങാതെ വായിക്കുന്ന ഒരു പത്രമാണ് ടൈംസ് ഓഫ് ഇന്ത്യ. ഒരുപക്ഷെ മറ്റ് പത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഏതെങ്കിലും ഒരു ചേരുവക ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരുപാട് പൾപ്പിൻ്റെ ഇടയിൽ ഇന്നത്തെ ടൈംസ് ഓഫ് ഇന്ത്യയിലെ വാർത്ത വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ടൈംസിൻ്റെ അമേരിക്കൻ ലേഖകൻ ചിദാനന്ദ് എഴുതിയൊരു വാർത്ത, അമേരിക്കയിലെ ഒരു CIA സ്പൈയുടെ മരണത്തെക്കുറിച്ചാണെന്ന് വാർത്ത. ഞാൻ പെട്ടെന്ന് ആകർഷിക്കപ്പെട്ടൊരു വാർത്തയാണ്. 1957 കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടി അമേരിക്ക അന്ന് പറഞ്ഞയച്ച ക്ലാരിഡ്ജ് എന്ന് പറയുന്ന ഒരു CIA സ്പൈ 83-ാമത്തെ വയസ്സിൽ മരിച്ചിരിക്കുന്നു. മറ്റ് പത്രങ്ങളിൽ ഞാൻ ആ വാർത്ത കണ്ടില്ല. ചിദാനന്ദ് എന്നുള്ള സ്വന്തം ലേഖനം എഴുതിയ ഒരു വാർത്തയാണ്. ഇന്നത്തെ ദിവസം ഒരുപക്ഷെ നമുക്ക് ഓർമ്മിക്കേണ്ട ഒരു വാർത്ത കൂടിയാണത്. കേരളം ഒരു തെരഞ്ഞെടുപ്പിൽ കാതോർക്കുന്ന സമയത്ത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിൽ സംഭവിച്ച എന്താണെന്നതിനെക്കുറിച്ച് ഒരു CIA സ്പൈയുടെ നിര്യാണത്തിലൂടെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ലേഖൻ ഇന്ന് കോറിയിട്ടിരിക്കുന്ന വരികൾ. ഈ പരിപാടിയുടെ മോഡറേറ്റർ എന്ന നിലയിൽ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ടൈംസ് ഗ്രൂപ്പ് ശ്രീ പിണറായി വിജയനെക്കുറിച്ച് തയ്യാറാക്കിയ ചെറിയൊരു AV അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തേണ്ടതിന് ആവശ്യമില്ല. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അവർ ഒരു AVയിലേക്ക് പോയതെന്നുള്ളത്. ആ AV ഓഡിയോ വിഷ്വൽ കണ്ട ശേഷം ഞാൻ അദ്ദേഹത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നതാണ്. AVയിലേക്ക് പോകും. സുപരീക്ഷിതനായ കമ്മ്യൂണിസ്റ്റ്, അതാണ് പിണറായി വിജയൻ ഏറ്റവും ചേർന്ന വിശേഷണം. ചെത്തുതൊഴിലാളിയുടെ മകൻ, കൊടും ദാരിദ്ര്യം അനുഭവിച്ച ബാല്യം, സ്കൂൾ ഫൈനൽ ജയിച്ചിട്ടും പഠിപ്പ് നിർത്തി നെയ്ത്ത് ജോലിക്ക് പോകേണ്ടി വന്ന കൗമാരം, പിന്നീട് കോളേജിലെത്തി പഠിപ്പ് തുടർന്ന സ്ഥിരോത്സാഹി. ആ ജീവിതാനുഭവങ്ങൾ അങ്ങനെ. ബ്രണ്ണൻ കോളേജിന്റെ ചുവന്ന മണ്ണിലെ നേതാവ്, വിദ്യാർത്ഥി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ്, സെക്രട്ടറി, യുവജന ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ്, CPIM-ന്റെ മണ്ഡലം സെക്രട്ടറി മുതൽ സംസ്ഥാന സെക്രട്ടറി അടക്കം PB അംഗപദവി വരെ 6 പതിറ്റാണ്ട് ജനങ്ങളിൽ നിന്ന് പഠിച്ച് ജനങ്ങളെ നയിച്ചാണ് പിണറായി നേതാവായത്. അടിയന്തരാവസ്ഥയിൽ 1.5 കൊല്ലം തടവിൽ, ലോക്കപ്പ് മർദ്ദനമേറ്റ് ചോര പുരണ്ട ഷർട്ടുമായി നിയമസഭയിൽ, തലശ്ശേരിയിൽ ദിനേശ് ബീഡിയെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ വധശ്രമം നേരിടൽ, പിന്നീട് EP ജയരാജന് നേരെയുണ്ടായ കൊട്ടേഷൻ ആക്രമണത്തിലെ 1ാം ഇരയായിരുന്നിട്ടും തലനാരിഴയ്ക്ക് രക്ഷപ്പെടൽ. പിണറായി പിന്നിട്ടത് കമ്മ്യൂണിസ്റ്റ് പോരാളിയുടെ ധീരജീവിതമാണ്. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ MLA ആയവരിൽ ഒരാൾ, റെക്കോർഡ് ഭൂരിപക്ഷ പട്ടികയിൽ ഇടം പിടിച്ച MLA, 4 തവണ MLA പദം, സംസ്ഥാന സഹകരണ ബാങ്കിന്റെ മികച്ച പ്രസിഡന്റ്, 25 കൊല്ലം കൊണ്ട് കേരളം നേടാത്ത വികസനം 2.5 കൊല്ലം കൊണ്ട് നടപ്പാക്കിയ നമ്മുടെ ഏറ്റവും മികച്ച വൈദ്യുതി മന്ത്രി. കേരള രാഷ്ട്രീയത്തിന്റെ ഗാലറിയിൽ 1ാം നിരയിലുണ്ട് പിണറായിയുടെ സ്വകാര്യ ആൽബത്തിലെ നിശ്ചല ദൃശ്യങ്ങൾ പലതും. പ്രശ്നകാലത്ത് നയിക്കലായിരുന്നു എന്നും ഈ നേതാവിന്റെ ദൗത്യം. നക്സലൈറ്റ് പാളിച്ചയുടെ കാലത്ത് KSYF പ്രസിഡന്റ്, പുത്തൻ പാളിച്ചകളുടെ കാലത്ത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി. അതുകൊണ്ട് തന്നെ കടുത്ത എതിർപ്പും നേരിടേണ്ടി വന്നു. പതറാത്ത പോരാളിയെയാണ് അപ്പോഴൊക്കെ കേരളം കണ്ടത്. എതിരാളികളാൽ ആക്രമിക്കപ്പെടുന്നത് ഒരു ചീത്തക്കാര്യമല്ല എന്ന കമ്മ്യൂണിസ്റ്റ് ബോധത്തിന്റെ കരുത്ത്. പിണറായി കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറന്ന ഇടം. ഇന്ന് ആ വാക്കിന് ഒരർത്ഥം കൂടിയുണ്ട്. സഖാവ് പിണറായി വിജയൻ. മാനിഫെസ്റ്റോയിലേക്ക് ശ്രീ പിണറായി വിജയനെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ അഭിസംബോധന ചെയ്യാൻ. ബഹുമാന്യരെ, കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ഒരു ചർച്ചയായിട്ടാണ് ഇതിനെ കാണേണ്ടത്. കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന ആരും ഇന്ന് കേരളം
എവിടെ നിൽക്കുന്നുവെന്ന് സ്വാഭാവികമായും ആലോചിച്ചു പോകും. ഇന്നലെകളിൽ വലിയ നേട്ടമുണ്ടാക്കിയ ഒരു നാടാണ് നമ്മുടേത്. നമ്മുടെ നാട് നേടിയ നേട്ടം നാം മാത്രമല്ല വിലയിരുത്തിയിട്ടുള്ളത്. ലോകം തന്നെ പ്രശംസയോടെ അത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് കേരള മോഡൽ എന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ വികസനത്തെ അവർ വിശേഷിപ്പിച്ചത്. അതിൻ്റെ പ്രത്യേകത നമുക്ക് വലിയ തോതിലുള്ള സാമ്പത്തിക പുരോഗതിയോ നേട്ടമോ ഇല്ലെങ്കിലും ജീവിത രംഗത്ത് മനുഷ്യരുടെ ജീവൽ പ്രശ്നങ്ങളിൽ നല്ല പുരോഗതി നേടാൻ കഴിഞ്ഞു. ആരോഗ്യരംഗം, വിദ്യാഭ്യാസ രംഗം, ഇതിലെല്ലാം നേടിയ നേട്ടങ്ങൾ വികസിത രാഷ്ട്രങ്ങൾ നേടിയ നേട്ടങ്ങളുടെ അടുത്ത് നിൽക്കുന്നവ. ഇതെങ്ങനെ ഒരു കൊച്ചു സംസ്ഥാനത്തിൽ മാത്രമായി നേടാൻ കഴിഞ്ഞു? അതായിരുന്നു അവരെ ആശ്ചര്യപ്പെടുത്തിയത്. എന്നാൽ ഏതൊരു നാടും നേടിയ നേട്ടങ്ങൾ ഉറപ്പിച്ച് അവിടുന്ന് കൂടുതൽ പുരോഗതിയിലേക്ക് കുതിക്കുകയാണ് വേണ്ടത്. പക്ഷേ നമ്മുടെ നാടിന് അങ്ങനെ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള പ്രതിസന്ധികളാണ് നാം നേരിടുന്നത്. നമ്മുടെ കാർഷിക രംഗം വലിയ തകർച്ചയിലാണ്. കർഷകർ കടുത്ത നിരാശയിലാണ്. ചിലർ ആത്മഹത്യ ചെയ്യാൻ തയ്യാറാകുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തൊഴിലെടുക്കുന്ന പരമ്പരാഗത വ്യവസായ മേഖല. ചില രംഗങ്ങൾ പൂർണ്ണമായി അവസാനിച്ചു കഴിഞ്ഞു. ഇനി ആർക്ക് ആ മേഖല പുനരുദ്ധരിക്കാൻ കഴിയും എന്ന് തന്നെ നിശ്ചയമില്ലാത്ത മട്ടാണ്. ലക്ഷക്കണക്കിന് ആളുകളാണ് തൊഴിലില്ലാത്തവരായി മാറിയത്. എങ്ങനെ ജീവിക്കും അവർ? നമ്മുടെ ആധുനിക വ്യവസായ രംഗം, ആധുനിക വ്യവസായത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളെടുത്താൽ ഇപ്പോൾ ഏറെക്കുറെ എല്ലാം നഷ്ടത്തിലാണ്. മിക്കവാറും സ്ഥാപനങ്ങൾ കഴിഞ്ഞു. ചിലത് അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. എങ്ങനെ ആ പ്രശ്നങ്ങൾ ഇത്രത്തോളം വഷളായി? ഇപ്പോൾ കേരളത്തിലെ സാമ്പത്തിക നില ആയിരക്കണക്കിൽ കോടി രൂപയുടെ വരുമാന കുറവാണ് നമ്മുടെ സംസ്ഥാനത്തിന് സംഭവിച്ചിരിക്കുന്നത്. കേരളത്തിൻ്റെ
സാമ്പത്തിക രംഗത്തെക്കുറിച്ച് പരിശോധിച്ചാൽ ആർക്കും അമ്പരപ്പ് വരും. നമ്മുടെ നാട് അങ്ങേയറ്റത്തെ പ്രതിസന്ധിയിൽ പെട്ടുകഴിഞ്ഞിരിക്കുന്നു. നാടിൻ്റെ അഭിവൃദ്ധിയെക്കുറിച്ച് ചിന്തിക്കുന്ന ഏതൊരാൾക്കും ഈ സാമ്പത്തിക പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കാനാവും എന്ന് സ്വാഭാവികമായും ആശങ്കയുണ്ടാവും. കേരളത്തിൻ്റെ ഉന്നതമായ അംഗീകാരം നേടിയ മേഖലകളാണ് ആരോഗ്യരംഗവും വിദ്യാഭ്യാസ രംഗവും. എന്താണ് ആരോഗ്യരംഗത്തിൻ്റെ സ്ഥിതി? നമ്മുടെ നാട്ടിൽ ചികിത്സക്കുള്ള കേന്ദ്രങ്ങളുണ്ട്, പക്ഷേ ചികിത്സിക്കാതെ മരണമടയുന്നവർ നമ്മുടെ നാട്ടിലുണ്ട്. കാരണം ചികിത്സാ രംഗത്ത് വരുന്ന വൻ ചെലവ് താങ്ങാനാവുന്നില്ല. സർക്കാർ ആശുപത്രികളുടെ സൗകര്യം വിപുലീകരിക്കണം. മെഡിക്കൽ കോളേജ് ആശുപത്രികൾ തൊട്ട് താഴോട്ടുള്ള ആശുപത്രികൾ, ജില്ലാ ഹോസ്പിറ്റലുകളുണ്ട്, ജനറൽ ഹോസ്പിറ്റലുകളുണ്ട്, താലൂക്ക് ആശുപത്രി വരെയുണ്ട്. പടിപടിയായി ഈ ആശുപത്രികളിലെല്ലാം സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം. നമ്മുടെ നാട്ടിൽ ചുരുങ്ങിയ ചെലവിൽ ചികിത്സിക്കാനാകും എന്ന നില ഉണ്ടാക്കാനാകണം. അപ്പോൾ കൃത്യമായ ഒരു ആരോഗ്യ നയം, ജനങ്ങളെ കണ്ടുകൊണ്ടുള്ള ആരോഗ്യ നയം ഇവിടെ വേണ്ടിവരും. കേരളത്തിൻ്റെ വികസന രംഗം പറയുമ്പോൾ ഏറ്റവും പ്രധാനമാണ് നമ്മുടെ യുവത്വത്തിന് തൊഴിൽ ലഭിക്കുക എന്നുള്ളത്. ഇന്നിവിടെ എവിടെയും തൊഴിലവസരമില്ല എന്നതാണ് അവസ്ഥ. തൊഴിലിനു വേണ്ടി വിദേശ രാഷ്ട്രങ്ങളിൽ വരെ പോകേണ്ടി വരുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ മറ്റ് രാജ്യങ്ങളിലാണ് ജോലിയെടുക്കുന്നത്. അവർക്ക് അവിടെ നിന്ന് തിരിച്ചു വരേണ്ടി വരുമോ എന്ന ആശങ്ക, പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ നമ്മുടെ സഹോദരങ്ങൾ ജോലിയെടുക്കുന്ന ഗൾഫ് രാജ്യങ്ങളിൽ അടുത്ത കാലത്തായി ഉണ്ടായിരിക്കുന്നു. ഇതെല്ലാം കൂടി വരുമ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ തൊഴിലവസരങ്ങൾ നല്ല രീതിയിൽ വർദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആ തൊഴിലവസരങ്ങൾ വർദ്ധിക്കുന്നതിന് നമുക്കെത്രത്തോളമാണ് ചെയ്യാൻ കഴിഞ്ഞത്? നമ്മുടെ കേരളത്തിൽ ടെക്നോ പാർക്ക് തുടങ്ങുമ്പോൾ രാജ്യത്തെ തന്നെ ആദ്യത്തെ ടെക്നോ പാർക്കായിരുന്നു അത്. പക്ഷേ നമുക്ക് ശേഷം തുടങ്ങിയവർ, നമ്മുടെ വഴി സ്വീകരിച്ച് വന്നവർ ഇപ്പോൾ എത്രയോ മുന്നിൽ നിൽക്കുന്നു. നമ്മൾ വളരെ പിറകിൽ നിൽക്കുന്നു. കാലാനുസൃതമായ വികസനം നമുക്കുണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ആ രംഗത്തുള്ള ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും തൊഴിലവസരം ഉറപ്പുവരുത്താൻ നമുക്ക് കഴിഞ്ഞില്ല. ഇവിടെ സ്മാർട്ട് സിറ്റി തുടങ്ങുമ്പോൾ ഒരു പുതിയ ആശയമായിരുന്നു. പക്ഷേ എവിടെ എത്തിയത്? ഒരു ചെറിയ കെട്ടിടം ഈ അടുത്ത കാലത്ത് ഉദ്ഘാടനം ചെയ്ത് സ്മാർട്ട് സിറ്റിയുടെ ഔപചാരികമായ ഉദ്ഘാടനമാണെന്ന് പറഞ്ഞു. എന്ത് നേടാൻ കഴിഞ്ഞു? എത്ര തൊഴിലവസരം ലഭിച്ചു? ഇതെല്ലാം നമ്മെ പുറകോട്ട് നയിച്ച ഘടകങ്ങളാണ്. ഈ കാര്യങ്ങളിലെല്ലാം മാറ്റമുണ്ടാകേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ പ്രകൃതി ഭംഗി, ആ പ്രകൃതി ഭംഗി കാണുന്നതിന് വേണ്ടിയാണ് ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നത്. നമ്മുടെ നാട്ടിൽ കുറേ കോൺക്രീറ്റ് കെട്ടിടങ്ങളുണ്ടായാൽ അത് കാണാൻ ആർക്കും താല്പര്യമുണ്ടാകില്ല. കാരണം കോൺക്രീറ്റ് കെട്ടിടങ്ങൾ നമ്മളെക്കാളും കൂടുതൽ മറ്റ് സ്ഥലങ്ങളിലുണ്ട്. അത് കണ്ടാണ് അവരിങ്ങോട്ട് വരുന്നത്. എന്നാൽ അവിടെയൊന്നുമില്ലാത്ത
പ്രകൃതി സൗന്ദര്യം നമുക്കുണ്ട്. പക്ഷേ നമ്മുടെ നദികൾ, നമ്മുടെ കായലുകൾ, നമ്മുടെ ജലസ്രോതസ്സുകൾ എല്ലാം മലിനമായി കിടക്കുന്നു. കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ഗൗരവമായി പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ഇവയ്ക്കെല്ലാം പരിഹാരം കാണേണ്ടതായിട്ടുമുണ്ട്. ഇങ്ങനെ പോയാൽ വളരെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകേണ്ടതായിട്ട് വരും. ഞാൻ എല്ലാ കാര്യത്തിലേക്കും പോകുന്നില്ല. നമ്മുടെ നാടിൻ്റെ ഭാവി വികസനം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രം നിൽക്കുന്നില്ല. അത് സർവതലസ്പർശിയാണ്. എല്ലാ മേഖലയെയും ഒരേപോലെ പ്രാധാന്യത്തോടെ കണ്ട് വികസിപ്പിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ വന്നാൽ മാത്രമേ കാലാനുസൃതമായ വികസനമാവൂ എന്നാണ് ഞങ്ങൾ കാണുന്നത്. പേര് പറയുന്നത് ചോദിക്കുന്നതായിരിക്കും നല്ലത്. എഴുതി കൊടുത്തിട്ടുണ്ട്. അതെ. വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ വ്യാപാരികളെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാരഥിയായ താങ്കൾക്ക് ഉറപ്പ് നൽകാൻ കഴിയുമോ? അത് ഉറപ്പ് നൽകുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അല്ല, വ്യാപാരികളുടെ പ്രശ്നം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. വ്യാപാരികൾ നമ്മുടെ നാട്ടിൽ ഏറിയ കൂറും സ്വയം തൊഴിലിൻ്റെ ഭാഗമായി വ്യാപാര രംഗത്തേക്ക് വന്നവരാണ്. അപ്പോൾ അത്തരത്തിൽ സംരക്ഷിക്കപ്പെടേണ്ട ഒരു വിഭാഗം തന്നെയാണ് വ്യാപാരികൾ. ചില പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. ആ പ്രശ്നങ്ങൾ ഗൗരവമായിട്ട് തന്നെ പരിശോധിക്കേണ്ടതും ആവശ്യമായ ചില തിരുത്തലുകൾ വേണ്ടതായിട്ടും വരും. അതിൽ ആരുടെ ഭാഗത്താണ് പിഴവ് എന്ന് ആ പരിശോധനയുടെ ഭാഗമായി കണ്ടുകൊണ്ട് അതിന് അനുസൃതമായ നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ട് വരും. ഈ ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത് എറണാകുളം മെർച്ചൻസ് അസോസിയേഷനാണ്. പരിസ്ഥിതി പ്രശ്നത്തിൽ പരിസ്ഥിതി വളരെ പ്രധാനമാണ്. ഞാൻ അവസാനം പറയുമ്പോൾ നദികളെയും മറ്റും സൂചിപ്പിച്ചു. അത് നിലനിർത്തുകയും സംരക്ഷിക്കുകയും വേണം. പരിസ്ഥിതിക്ക് കോട്ടമില്ലാതെ തന്നെ നമുക്ക് നമ്മുടെ വികസനം ഉറപ്പുവരുത്താൻ കഴിയണം. ഭാവിക്ക് പരിസ്ഥിതി സംരക്ഷണം ഏറ്റവും പ്രധാനമാണ്. അങ്ങ് മാത്രം വ്യാപാരികളെ ബാധിക്കുന്ന ഒരു കാര്യത്തിൽ ഉറച്ച നിലപാടെടുത്തുണ്ട്, നോക്കുകൂലി കാര്യത്തിൽ. വേറൊരു നേതാവും അതേപോലെ ഉറച്ച തീരുമാനത്തിൽ നിന്നിട്ടില്ല. അതേപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ റവന്യൂ വരുന്നതും തൊഴിലവസരം സൃഷ്ടിക്കുന്നതും ഇവിടുത്തെ കോമേഴ്സിൽ നിന്നാണ്, ട്രേഡിങ് ബിസിനസ്. കേരളം ഒരു കോമേഴ്സ്യൽ സ്റ്റേറ്റ് ആയതുകൊണ്ട് അപ്പം അങ്ങനെ ഒരു സ്ഥിതിക്ക് ഒരു കോമേഴ്സ് മിനിസ്ട്രി ഉണ്ടാകുമോ? ഒരു കോമേഴ്സ് മിനിസ്ട്രി ഞങ്ങൾക്ക് തരാമോ? ഇപ്പോൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഫൈനാൻസ് മിനിസ്റ്ററെ കാണണം, തൊഴിൽ മന്ത്രിയെ കാണണം, എല്ലാ മന്ത്രിമാരെയും കാണണം. അപ്പം മിനിസ്ട്രി ഫോർ കോമേഴ്സ് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. അതായത് കേന്ദ്രത്തിൽ വാണിജ്യ മന്ത്രാലയത്തിൻ്റെ മാതൃകയിൽ അത് നല്ലൊരാശയമാണ്. പക്ഷേ മുന്നണി എന്ന നിലക്ക് ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. ഞാൻ ഒറ്റക്ക് മറുപടി പറയേണ്ട ഒരു വിഷയമല്ലത്. മന്ത്രിസഭ വന്നു കഴിഞ്ഞ് തീരുമാനിക്കണ്ട. കേരളത്തിൽ ഇന്ന് 7000-ലധികം ഗ്രന്ഥശാലകളുണ്ട്. അവർക്ക് കിട്ടുന്ന ഗ്രാൻഡ് ഇപ്പോഴും വളരെ പരിമിതമായ സംഖ്യയാണ്. ഈ ലൈബ്രറി സെസ് പിരിക്കുന്ന സംഖ്യ ഗ്രന്ഥശാലകളുടെ ഗ്രാൻഡാക്കി മാറ്റാൻ തയ്യാറാകുകയും ഇപ്പം ലൈബ്രറികൾ കത്തിക്കുന്ന നമുക്ക് സമയപരിമിതിയുണ്ട്, ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക. അപ്പം ആ ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നു വ്യക്തമായി, വളരെ സ്പഷ്ടമായി, നേരത്തെ തന്നെ വ്യക്തമായി. അതെ. ഇത് LDF വളരെ ഗൗരവമായി കാണുന്നൊരു കാര്യമാണ്. ഞങ്ങളുടെ മാനിഫെസ്റ്റോവിൽ തന്നെ വ്യക്തമായി പറയുന്നൊരു കാര്യമാണിത്. അത് കൃത്യമായി ലൈബ്രറികൾക്കുള്ള ധനസഹായം നൽകണം എന്ന് തന്നെയാണ് അഭിപ്രായം. അത് സെസ്സിൻ്റെ കാര്യത്തിൽ ഇവിടെ ചൂണ്ടിക്കാണിച്ചത് ശരിയാണ്. അത് ആവർത്തിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. നമ്മളിനി ഒരു 3-4 ചോദ്യങ്ങൾ ഒരുമിച്ചെടുത്തിട്ട് പ്രതികരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി സമയം ലാഭിക്കാൻ നല്ലത്. പ്ലീസ്. 1.5 പതിറ്റാണ്ടിന് ശേഷം പാർലമെന്റ് രംഗത്തേക്ക് വരുന്നു. ഇപ്പോൾ എന്ത് തോന്നുന്നു? അല്ല, ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് സാധാരണ പാർട്ടി ഒരു കാര്യം പറയുന്നു, അത് ചെയ്യുന്നു, അത് നിലക്കേ ഉള്ളൂ. ഇപ്പോൾ മത്സരിക്കാൻ പറഞ്ഞു, മത്സരിക്കുന്നു, അങ്ങനെ എടുത്താൽ മതി. ഞാൻ രത്നൻ, ഇന്ത്യൻ ചേംബർ ഓഫ് കോമേഴ്സ് ഇൻഡസ്ട്രീസിൻ്റെ പാസ്റ്റ് പ്രസിഡൻ്റാണ്. എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, അതായത് നമ്മൾ ടൂറിസത്തിന് കൂടുതൽ മുൻഗണന കൊടുക്കുന്നുണ്ട്, പക്ഷേ നമ്മുടെ റോഡുകളുടെ കാര്യം പറയുകയാണെങ്കിൽ വളരെ മോശമാണ്. ഞാൻ അടിസ്ഥാന മേഖലയുടെ വികസനത്തെക്കുറിച്ച് സാറേ, ഞാൻ ചെറിയ രീതിയിൽ കെട്ടിടങ്ങൾ പണിത് വിൽക്കുന്ന ആളാണ്. താങ്കളുടെ പ്രസംഗത്തിൽ പറഞ്ഞ
വളരെ ചെറിയൊരു കാര്യമായിട്ട് പലർക്കും തോന്നുമെങ്കിലും ഞങ്ങളുടെ വ്യവസായത്തെ ഏറ്റവും അധികം ബാധിക്കുന്ന ഒരു കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽ ആരാണ് പെടുത്തിയത് തീർച്ചയായിട്ടും അങ്ങയുടെ ഗൗരവത്തിൽ വന്നതിൽ നന്ദിയുണ്ട്. തികച്ചും ഒരു ചോദ്യം, പിണറായി വിജയൻ എന്ന വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന അനുഭവം എന്താണ്? അതോടൊപ്പം തന്നെ മറക്കാനാകുന്ന നിമിഷം അങ്ങനെ ഒന്നുണ്ടോ? പശ്ചാത്തല സൗകര്യ വികസനത്തെ പറ്റിയാണ് നേരത്തെ ചോദിച്ചത്. അപ്പോൾ പശ്ചാത്തല സൗകര്യ വികസനം നല്ല നിലക്ക് തന്നെ നമ്മുടെ നാട്ടിൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അതിൽ റോഡുകളിലൂടെ യാത്ര ചെയ്യാനുണ്ടാകുന്ന പ്രയാസം അത് വലിയ തോതിൽ നമ്മുടെ വികസനത്തെയും ബാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പ്രധാന പട്ടണങ്ങളിലേക്ക് ഗ്രാമങ്ങളിൽ നിന്ന് എത്തിപ്പെടുന്നതിനുള്ള സൗകര്യവും വർദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിനോടൊപ്പം ജലഗതാഗതവും നല്ല രീതിയിൽ അഭിവൃദ്ധിപ്പെടുത്താൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിൽ റെയില് നല്ല തോതിൽ വേഗത്തിൽ പോകുന്ന ട്രെയിനുകൾ ഓടിക്കത്തക്ക റെയിൽ സൗകര്യവും നമുക്ക് വേണ്ടതായിട്ട് വരും. ഇങ്ങനെയുള്ള ഗതാഗത സൗകര്യം നല്ലതുപോലെ വർദ്ധിക്കണം. അതിൻ്റെ ഭാഗമായുള്ള മറ്റ് പശ്ചാത്തല സൗകര്യ വികസനവും ഉണ്ടാകണം. 1,25,000 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ഒരു പദ്ധതിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിൽ 560 കിലോമീറ്റർ ദൂരം 3 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ സഞ്ചരിക്കാൻ ഏതാണ്ട് ഒരാളിന് 4,500 രൂപ കൊടുക്കേണ്ടി വരുമെന്നാണ് അറിഞ്ഞത്. ഈ മെട്രോൻ്റെ സ്ഥിതി പോലെ തന്നെയാകും ഈ കോറിഡോർ പൂർത്തിയായാൽ ഉണ്ടാവുക എന്നൊരു ഭയപ്പാടുണ്ട്. അതിനെക്കുറിച്ചൊരു വിശദീകരണം. ഞങ്ങളിപ്പോൾ അത് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞത് റെയിലിൻ്റെ സൗകര്യങ്ങൾ വർദ്ധിക്കണം. അതിനാവശ്യമായ നിർദ്ദേശങ്ങളാണ് ഞങ്ങൾ വെക്കുക. ഈ ചർച്ചയിൽ ഞങ്ങൾ വിചാരിക്കുന്നത് പൊതുസമൂഹം കേരളത്തിലുള്ള ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷം അധികാരത്തിൽ വരുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് മിക്കവാറും എല്ലാവരുമായിട്ട് നമ്മൾ സംവേദനം ചെയ്തപ്പോൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മുഖ്യമന്ത്രിയോടാണ് നമ്മൾ സംസാരിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. ആരോട് പറയാനുള്ളതാണ്? അങ്ങനെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെല്ലാം സൂചിപ്പിക്കപ്പെട്ടു. അതായത് കൃഷിയും അതുപോലെ തന്നെ വ്യവസായവും ആരോഗ്യപരിപാലനവും എല്ലാം പ്രതിപാദിക്കപ്പെട്ടു. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനാകുമ്പോൾ തീർച്ചയായിട്ടും ഒരു മുഖ്യമന്ത്രിയെ സഹായിക്കുവാൻ ധാരാളം എക്സ്പേർട്സുകൾ ഉണ്ടാകും. ഇൻ അഡീഷൻ ടു ദി പ്ലാനിംഗ് ബോർഡ് ഞാൻ പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആ എക്സ്പേർട്സുകളൊക്കെ ജനങ്ങളുടെ ട്രെൻഡ് മനസ്സിലാക്കിയുള്ള ഒരു എക്സ്പേർട്സ് കമ്മിറ്റിയെ വെച്ചിട്ട് മുഖ്യമന്ത്രിയെ ഉപദേശിക്കുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ട്രാൻസ്പെറൻസി ആകണം. വ്യക്തമായി ഒരു എക്സ്പെർട്ടാണ് അദ്ദേഹം. അല്ല, ഞാനല്ല. രണ്ടാമത് നമ്മുടെ ലിറ്ററസി മൂവ്മെന്റ് നടത്തിയതുപോലെ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ഈ അഗ്രികൾച്ചറിൽ വലിയൊരു വിപ്ലവം, ഒരു വലിയ അവയർനെസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പിന്തുടർച്ചയായി ഗവൺമെന്റ് തന്നെ അത് ഏറ്റെടുത്തിട്ട് വലിയൊരു മൂവ്മെന്റ് എല്ലാവരെയും കൊണ്ട് കൃഷി ചെയ്യിക്കുന്ന ഒരു രീതിയിലേക്ക് വന്ന് നമ്മുടെ രാജ്യം ആരോഗ്യപരമായി രക്ഷപ്പെടണം. മൂന്നാമത്തെ പ്രശ്നം അല്ല, ആരോഗ്യ മേഖല അദ്ദേഹം സംസാരിച്ചതാണ്. സാധാരണക്കാരായ ആൾക്കാർക്ക് ഭാരിച്ച ചിലവുകൾ വഹിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അവരെ ഈ ഇൻഷുറൻസുമായിട്ട് ലിങ്ക് ചെയ്ത് കാരണം മിക്കവാറും ഇപ്പൊ ഇടത്തരക്കാർ പോലും അങ്ങനെയാണ് പോകുന്നത്. നാലാമത് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ VR കൃഷ്ണയ്യരുടെ ഒരു ചെറിയ പിന്നെ ഇതായിരുന്നു നമ്മുടെ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട്. രാജീവ് സംബന്ധിച്ചുകൊണ്ട് തന്നെ അത് ഞാനും രാജീവും എല്ലാം അതിനകത്ത് പ്രവർത്തകരാണ്. പക്ഷേ ഇത് തറക്കല്ലിട്ടിട്ട് ആ സ്ഥലം പോലും ഇതുവരെ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. നമ്മൾ വിഭാവനം ചെയ്തത് ഇന്റർനാഷണൽ ലെവലിലുള്ള ക്യാൻസർ റിസർച്ച് സെന്റർ ആണ്. മലബാർ ക്യാൻസർ സെന്റർ കൊണ്ട് അതിനെ ഒന്ന് താഴ്ത്തി കെട്ടിയാൽ ഞങ്ങൾ പറയുകയല്ല. പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു റിസർച്ച് സെന്ററായിട്ട് അതിനെ മാറ്റണം. ഇത്രയും ബാക്കി കാര്യങ്ങൾ മുഖ്യമന്ത്രി ആയതിനു ശേഷം നേരിട്ട് പറയാം. LDFന്റെ വിജയത്തിന് ശേഷമാണ് മുഖ്യമന്ത്രിയെക്കുറിച്ച് തീരുമാനിക്കുക. ആ സമയത്ത് ആരാണോ മുഖ്യമന്ത്രിയായി വരുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഇതൊക്കെ പെടുത്താം ഈ പറഞ്ഞ കാര്യങ്ങൾ. പക്ഷെ ഒരു എക്സ്പേർട്ട് ആകാൻ മൂപ്പർക്ക് പറ്റും. അതിന് സംശയമില്ല. പിന്നെ ജൈവ പച്ചക്കറി കൃഷിയുടെ കാര്യം ഇന്ന് കേരളത്തിലൊരു സംസ്കാരമായി അത് വളർന്നിട്ടുണ്ട്. എന്നാൽ ഇത് കൂടുതൽ വികസിക്കേണ്ടതുണ്ട്. അതിൽ കാണുന്നത് ഇവിടെ പറഞ്ഞ കാര്യം ശരിയാണ്. ഗവൺമെൻറ് തന്നെ മുൻകൈ എടുക്കണം. അങ്ങനെ മുൻകൈ എടുത്താൽ നമ്മുടെ നാട്ടിന് ആവശ്യമായ മുഴുവൻ പച്ചക്കറിയും ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. മാത്രമല്ല കയറ്റി അയക്കാനും പറ്റും. ആ തരത്തിലുള്ള
വികസനമാണ് ആ രംഗത്ത് ഉദ്ദേശിക്കുന്നത്. ആരോഗ്യരംഗത്ത് സമൂലമായ ഒരു എല്ലാവർക്കും ചികിത്സിക്കാനുള്ള സൗകര്യം ഒരുക്കണം എന്ന് തന്നെയാണ് കാണുന്നത്. പിന്നെ ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പറയേണ്ട കാര്യമല്ല, പിന്നീട് പറയേണ്ടതാണ്. നമ്മുടെ ഫേസൽ ഖാൻ, അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ഇതിനു വേണ്ടി മാത്രമായിട്ട് വന്ന ഒരാളാണ്. സാർ, ഉന്നത വിദ്യാഭ്യാസ രംഗത്തോടാണ് എൻ്റെ ഒരു ചോദ്യമുള്ളത്. സാർ, ഡെൻ്റൽ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗം നമുക്ക് ഡെൻ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഉണ്ട്, മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഉണ്ട്. പക്ഷേ ഓരോ സ്റ്റേറ്റും ഓരോ പോളിസികൾ വെക്കാറുണ്ട്. സമീപകാലത്തുള്ള 2-3 വർഷത്തെ പോളിസി നോക്കുകയാണെങ്കിൽ ഒരു ഡെൻ്റൽ കോളേജ് വിദ്യാർത്ഥികൾ വളരെ വ്യാപകമായി അന്യ സംസ്ഥാനങ്ങളിലോട്ട് പോയാണ് പഠിക്കേണ്ട അവസ്ഥ വരുന്നത്. ഞാനൊരു ഡെൻ്റൽ കോളേജ് നടത്തുന്നുണ്ട്. 20ഓളം വിദ്യാർത്ഥികളെയാണ് അടുത്ത സംസ്ഥാനങ്ങളിലോട്ട്. അവിടെ ആ സംസ്ഥാനങ്ങളിൽ ഈ പറയുന്ന സ്റ്റേറ്റ് പോളിസികളൊക്കെ വളരെയധികം ലിബറലാണ്. മറ്റ് സംസ്ഥാനങ്ങളിലോട്ട് വിദ്യാർത്ഥികൾ പോകാതിരിക്കുവാനും നമ്മുടെ സംസ്ഥാനങ്ങളിൽ കൂടുതൽ വിദ്യാർത്ഥികളെത്തുവാനുമുള്ള നടപടികൾ സാറിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമോ എന്നുള്ളതാണ്. ആരോഗ്യരംഗത്ത് ദന്തൽ വിഭാഗം നല്ല രൂപത്തിൽ വളർന്നു വരുന്ന ഒരു വിഭാഗമാണ്. പ്രത്യേകിച്ച് സ്കൂളുകളിൽ തന്നെ കുട്ടികളെ പരിശോധിച്ച് കാര്യങ്ങൾ നീക്കുന്ന ഒരു നടപടികളിലേക്ക് നീങ്ങേണ്ടതായിട്ട് വരും. അതൊക്കെ കാണിക്കുന്നത് കൂടുതൽ ദന്തവിഭാഗത്തിലുള്ള ഡോക്ടർമാർ ആവശ്യമാണെന്ന് തന്നെയാണ്. അപ്പോൾ അതിനുതകുന്ന നയം തന്നെയായിരിക്കും LDF സ്വീകരിക്കുക. ഞങ്ങൾ പ്രത്യേകമായി ചർച്ച ചെയ്ത വിഷയമല്ല, എങ്കിലും അത്തരമൊരു നയം തന്നെയായിരിക്കും LDF സ്വീകരിക്കുക. ഒരു വനിതാ പ്രാതിനിധ്യം നമുക്ക് വേണം. അതെ അതെ. Good morning, sir. And on behalf of our small and medium traders, I want to put a few problems before you. Should be limited to 1 or 2, please. Yeah, very limited. Sir, as I felt that actually we are promoting now monopolies activities in all over India, even outside. The reason is that we are having the one online shopping competition, because as a small trader, we face the problem with the online shopping, as well as the malls culture also is developing in Kerala. So small and medium traders, where they will go? Okay. So I think you should do something about it. Very clear. അതായത് ഈ ഓൺലൈൻ പക്ഷേ കേന്ദ്രത്തിന്റെ അധികാരപരിധിയിൽ ഒരു മേഖലയാണ്. ഇതൊന്നും നമുക്ക് ഇന്നത്തെ കാലത്ത് വലിയ തോതിൽ പരിഹാരം കാണാൻ കഴിയുന്ന വിഷയങ്ങളല്ല. കാരണം ഈ ഓൺലൈനായാലും മോളുകളായാലും അതൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം സംശയമാണ്. അതേസമയം നമ്മുടെ ചെറുകിട വ്യാപാര രംഗം എങ്ങനെ സംരക്ഷിക്കണം, ആ കാര്യത്തിൽ പ്രത്യേകമായ സമീപനം തന്നെ വേണം. അതിൽ വിൽപ്പന നികുതി വകുപ്പും ചെറുകിട വ്യാപാര രംഗവും തമ്മിൽ നല്ല സൗഹാർദ്ദപരമായ സമീപനം തന്നെ നിലനിർത്തി പോകണം. ഏതെങ്കിലും തരത്തിൽ വ്യത്യസ്തത വരുന്നുണ്ടെങ്കിൽ അതിൽ ഗവൺമെൻറ് ഇടപെടുക തന്നെ ചെയ്യും. അങ്ങനെ സംരക്ഷണം ഉറപ്പുവരുത്തും. ഡോക്ടർ ഡേവിസ്, കേരളത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും ഒരിക്കലെങ്കിലും അനുഭവപ്പെട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ്. പലരും പുറത്തു പറയാറില്ല എന്ന് മാത്രമല്ല. ഈ അടുത്ത കാലത്ത് എറണാകുളത്ത് ഈ കളക്ടറേറ്റ് സമുച്ചയത്തിനടുത്ത് വാൾ പോസ്റ്റർ വന്നു. ഒരു കാര്യത്തിന് ഒരാളിൽ നിന്ന് 1-ൽ കൂടുതൽ പ്രാവശ്യം കൈക്കൂലി വാങ്ങാതിരിക്കുക, ഇത് മാത്രമായിരുന്നു ആവശ്യം. കൈക്കൂലി ജനം താരിഫ് നിശ്ചയിക്കണം സർക്കാരും ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഇതൊരു ഭരണമാറ്റം കൊണ്ട് മാറുന്നൊരു കാര്യമല്ല, ഉദ്യോഗസ്ഥന്മാരുടെ മനോഭാവം കൂടി മാറണം. LDF ഗൗരവമായി തന്നെയാണ് ഈ വിഷയം കാണുന്നത്. അതായത് ഭരണം എന്നത് അത് സാധാരണ ആളുകൾക്ക് അനുഭവിക്കാനാവണം. അത് അനുഭവിക്കുന്നതിന് പിഴയൊടുക്കേണ്ട ദുസ്ഥിതി ഉണ്ടാകരുത്. അപ്പോൾ എല്ലാ തലങ്ങളിലുമുള്ള അഴിമതി പൂർണ്ണമായി ഒഴിവാക്കാനാവണം. അതിന് ശക്തമായ ഭരണപരിഷ്കാര നടപടികൾ സ്വീകരിക്കും. മിക്കവാറും കാര്യങ്ങൾ ഓൺലൈനിലൂടെ തീരുമാനിക്കുന്ന അവസ്ഥ വരും. അതോടൊപ്പം ഏത് പരാതിയോ അപേക്ഷയോ അതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കാൻ നിശ്ചിത ദിവസങ്ങൾ കൊടുക്കും. ആ നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ തീരുമാനങ്ങൾ നിഷേധമായിട്ടാണ് വരുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പരാതി ഉണ്ടായാൽ അങ്ങനെ തള്ളിയത് ശരിയായോ എന്ന് പരിശോധിക്കും. ശരിയായ രീതിയിലല്ല തള്ളിയതെങ്കിൽ അതിന് നടപടി വരും. അപ്പോൾ അത്തരത്തിലുള്ള നടപടികളിൽ അഴിമതി ഇല്ലാതാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് കാണുന്നത്. ഈ ഗവേണൻസിന്റെ സാധ്യതകൾ, ഈ ഗവേണൻസ് നല്ല രീതിയിൽ സാധ്യതകൾ. നമ്മൾ 2-3 ചോദ്യങ്ങൾ ഒരു ബഞ്ചായിരിക്കും സ്വീകരിക്കുക. പ്ലീസ്. നമ്മുടെ സംസ്ഥാനം ഇന്ന് നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം നികുതി വരുമാനത്തിലുള്ള ചോർച്ചയാണ്. ഒപ്പം ബഡ്ജറ്റിലെ ഡെഫിസിറ്റും ഫിസ്ക്കൽ ഡെഫിസിറ്റും കുത്തനെ ഉയർന്നു വരുന്നു. ഗവൺമെൻറ് ഈ നിലവിലുള്ള ഗവൺമെൻറ് തന്നെ മറികടന്ന് കഴിഞ്ഞ 12 മാസം 1000 കോടി രൂപ വീതം അവർ കടമെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ കടമെടുക്കുന്ന തുക അത്രയും ശമ്പളത്തിനും നിത്യനിദാന ചെലവുകൾക്കുമായിട്ടാണ് പോകുന്നത്. സാമ്പത്തിക മാന്ദ്യവും
ഈ കടുത്ത പ്രതിസന്ധി മറികടക്കാനുള്ള എന്തു മാർഗമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുമ്പിലുള്ളത്? 2-3 ചോദ്യങ്ങൾ എടുത്തിട്ട് പ്ലീസ്. അടുത്ത ചോദ്യം ക്വിക്കായിട്ട് നമ്മൾ വളരെ ചുരുക്കി പേര് പറയുകയാണെങ്കിൽ. മർസൂഖ്, കേരള ചേംബർ ഓഫ് കൊമേഴ്സിന്റെ മുൻ ചെയർമാനാണ്. എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ ഗവൺമെന്റുകൾ മാറി വരുമ്പോഴും അല്ലെങ്കിൽ അതുപോലെ മുൻകാല ഗവൺമെന്റുകളൊക്കെ ഇവിടെ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടത്താറുണ്ട്. ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് പോലത്തെ വലിയ വലിയ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടത്തി. ജിമ്മോ എമർജിങ് കേരള അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ്. ചേംബറിന്റെ ഒരു ഫോക്കസ് കേരള എന്ന് പറഞ്ഞിട്ട് 2 ദിവസം നീണ്ടേക്കുന്നവര് അന്ന് LDF ഗവൺമെന്റ് ആയിരുന്നു അവരുടെ സഹകരണത്തോടെയാണ് ചെയ്തത്. പക്ഷെ ഇതൊന്നും ഫലവത്താവാതെ പോയത് കാരണം ഞങ്ങൾ അന്വേഷിക്കുകയുണ്ടായി. ഞങ്ങൾ ഇൻവെസ്റ്റേഴ്സിനായിട്ട് ഒരുപാട് കോടികളുടെ വാഗ്ദാനങ്ങൾ നൽകിയ ആളുകളായിട്ട് ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഔട്ട്ഡേറ്റഡ് ലെജിസ്ലേഷൻ, അതായത് ഗവൺമെന്റ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പും സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ ഉണ്ടാക്കിയുള്ള പല നിയമങ്ങളും ഇന്നും നിലവിൽ നിൽക്കുകയാണ്. ആ നിയമങ്ങളൊന്നും മാറ്റാതെ ഇവിടെ ഇൻവെസ്റ്റ്മെന്റുമായിട്ട് ആളുകൾ വരാൻ ബുദ്ധിമുട്ടാവും. ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി സ്റ്റേറ്റ് എന്നുള്ള ഒരു ഇത് മാറിക്കിട്ടും. വ്യക്തമായി. നമുക്ക് ഒരു ചോദ്യം കൂടി എടുക്കാം. ദേവഭാനു എന്ന പേര്, അഭിഭാഷകനാണ്. ചികിത്സാ രംഗത്ത് ഇന്ന് അമിതമായിട്ടുള്ള ഫീസ് ഈടാക്കുന്നതും അമിതമായിട്ടുള്ള ചെലവ് വർദ്ധിക്കുന്നുണ്ട്. അത് സ്വകാര്യ ആശുപത്രികളിൽ ഇപ്രകാരമുള്ള ചെലവ് ഏർപ്പെടുത്തുന്നതിൽ ഒരു നിയന്ത്രണവും ഒരു നിയമവും ഇല്ലാത്തതുകൊണ്ടാണ്. അതിനെ നിയന്ത്രിക്കാനായിട്ട് ഈ ഗവൺമെന്റ് എന്ത് ചെയ്യും? വളരെ വ്യക്തമായ 2 ചോദ്യം. അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യം നമ്മുടെ ജോർജിന്റെ നികുതി ചോർച്ച. അതിൽ സാമ്പത്തിക രംഗത്തെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാനാവുമെന്നാണ് പ്രധാനമായിട്ട് ചോദിച്ചത്. അതിൽ ഒന്ന് നിങ്ങൾ തന്നെ നിർദ്ദേശിച്ചു, ആവശ്യമായ കരുതൽ നികുതി രംഗത്തുണ്ടാവണം, നികുതി ചോർച്ച ഇല്ലാതിരിക്കണം. അത് കഴിഞ്ഞ LDF ഗവൺമെൻറ് അനുഭവപ്പെടുത്താൽ തന്നെ വളരെ ഫലപ്രദമായി അത്തരമൊരു നടപടി LDFന് സ്വീകരിക്കാൻ കഴിഞ്ഞിരുന്നു. അതേ രീതിയിൽ തന്നെയായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുക. എന്നാൽ അന്നത്തതിനേക്കാളും കൂടുതൽ പ്രതിസന്ധി ഇപ്പോൾ ഉണ്ട്. ആ പ്രതിസന്ധി പരിഹരിക്കാൻ കൂടുതൽ നടപടികൾ ആവശ്യമായിട്ട് വരും. അത് പിന്നീട് നമുക്ക് ചർച്ച ചെയ്ത് കണ്ടെത്താവുന്നതാണ്. നിക്ഷേപത്തിന് തടസ്സമായി വരുന്ന കാലഹരണപ്പെട്ട നിയമങ്ങൾ, നിക്ഷേപത്തിന് തടസ്സമായി വരുന്ന നിയമങ്ങൾ കൊണ്ട് മാത്രമല്ല ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഇതിന് വലിയ തോതിലുള്ള മുന്നൊരുക്കങ്ങൾ ഉണ്ടാകുന്നില്ല. ഇപ്പോൾ പെട്ടെന്നൊരു ദിവസം വിളിച്ചു, നിങ്ങൾ കുറേ വ്യവസായികളോ അല്ലെങ്കിൽ മറ്റ് തരത്തിൽ താല്പര്യമുള്ളവരോ വന്നു, കുറേ നിർദ്ദേശങ്ങൾ എഴുതി കൊടുത്തു. ഒരു തയ്യാറെടുപ്പിൻ്റെയും ഭാഗമായി എഴുതി കൊടുക്കുന്നതല്ലത്. അതിനകത്ത് അപൂർവം ചിലരാണ് പിന്നീട് ആ നിർദ്ദേശം നടപ്പാക്കാൻ വേണ്ടി മുന്നോട്ട് വരിക. അങ്ങനെ മുന്നോട്ട് വരുന്നവർക്കാണ് ഈ പറയുന്ന ഒരുപാട് തടസ്സങ്ങൾ. കാരണം ഏകജാലകം എന്നൊക്കെ പറയുമെങ്കിലും ഒരുപാട് നൂറുകൾ ജാലകമായിട്ട് കിടക്കുന്ന അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ അവർ മനമെടുത്ത് പോകുന്ന നിലയുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഈ പറഞ്ഞ ഏതെങ്കിലും മീറ്റിലൂടെ വികസനമുണ്ടാക്കുക എന്നല്ല LDF കാണുന്നത്. അതേസമയം പുതിയ സംരംഭങ്ങൾ വരുമ്പോൾ അതിന് കാലതാമസമില്ലാതെ അനുമതി കൊടുക്കുന്ന നില വരും. അതിനാണ് നേരത്തെ പറഞ്ഞത്, അതിന് ദിവസങ്ങൾ കണക്കാക്കും, അതിനുള്ളിൽ അനുമതി കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ മർസൂഖിനെ ഉദ്യോഗസ്ഥർ പീഡിപ്പിക്കുന്നു ഇല്ലേ? ശരിയല്ലേ? ശരിയാ. അത് നേരത്തെ ഞാൻ പറഞ്ഞു, ആ പറഞ്ഞതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. അത് വീണ്ടും ഞാൻ ആവർത്തിക്കേണ്ടതില്ല. നേരത്തെ ഞാൻ പറഞ്ഞു, ഇത് ഏതെങ്കിലും തരത്തിലുള്ള ദുരനുഭവങ്ങളുണ്ടെങ്കിൽ അത് പരിശോധിക്കാനുള്ള സംവിധാനം ഉണ്ടാകും. ആരാണ് ഏത് ഭാഗത്തു നിന്നാണ് വീഴ്ചകൾ പറ്റിയിട്ടുള്ളത് അത് തിരുത്തുന്നതിനുള്ള നടപടി ഉണ്ടാവും എന്ന് പറഞ്ഞു. അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ വക്കീൽ സാർ ഉദയഭാനു സാർ ചോദിച്ചത്, ചികിത്സാ ചെലവുകൾ കുതിച്ചുയരുന്നത് നിയന്ത്രിക്കാൻ വേണ്ടി എന്തെങ്കിലും നടപടികൾ, ഒരു സീലിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും നിയന്ത്രണങ്ങളോ റെഗുലേഷനോ പൊതുവിൽ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഇത് ഒരേ തരത്തിലുള്ള ചികിത്സക്ക് വലിയ തോതിലുള്ള വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അത് എല്ലാവരുമായിട്ടും ചർച്ച ചെയ്തെടുക്കേണ്ട നിലപാടാണ്. പക്ഷേ ആദ്യം നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടത് പൊതു ചികിത്സാലയങ്ങൾ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അതിനോടൊപ്പം അങ്ങനെ വന്നാൽ മറ്റു കാര്യങ്ങൾ തനിയെ നിയന്ത്രിതമാകും. ഞാനൊരു പ്രവാസിയാണ്. എൻ്റെ ഒരു ബഷീർ തിരുവനന്തപുരത്തിന് വന്നതാണ്. എല്ലാവരും ഗൾഫിൽ വന്നിട്ട് പ്രസംഗിക്കുക, സ്വീകരണം വാങ്ങുക, അവിടെ നിന്ന് കുറേ പറയും, ഇവിടെ ഒന്നുമില്ല. ഈ തവണയെങ്കിലും അടുത്തു വരുന്ന സർക്കാരെങ്കിലും പ്രവാസികൾക്ക് വേണ്ടി സമൂലമായ കാര്യങ്ങൾ ആദ്യം ഇതിനെ പഠിച്ച് അത് പരിഹരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. ഞാനൊരു ബാബു, അഭിഭാഷകനാണ്. രണ്ട് കാര്യങ്ങളാണ് ചോദിക്കാനുള്ളത്. ഒന്ന്, ഈ വികസന പ്രവർത്തനത്തിൻ്റെ കാര്യങ്ങളിൽ
പഞ്ചവത്സര പദ്ധതികളും ഇതെല്ലാം കഴിഞ്ഞു, കുറേയേറെ നടന്നു. പക്ഷേ അതിൽ മുൻഗണനാക്രമം നിശ്ചയിക്കുന്നതിൽ ദുർബല ജനങ്ങൾ, കച്ചവടക്കാരുടെ കാര്യങ്ങളുണ്ട്, ബിസിനസ്സുകാരുണ്ട്, IT മേഖലയുണ്ട്, ഇതുണ്ട്. പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും ദുർബലരായിട്ടുള്ള ആളുകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ കാര്യത്തിൽ പ്രയോറിറ്റി, മുൻഗണന നിശ്ചയിക്കുന്ന കാര്യത്തിൽ മാറി മാറി വന്ന സർക്കാരുകൾ വിജയിച്ചിട്ടുണ്ടോ? കുറേയൊക്കെ വിജയിച്ചിട്ടുള്ളത് LDF സർക്കാരാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതിൽ കൂടുതൽ ഏറ്റവും ആവശ്യത അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള മുൻഗണന ഈ സാമ്പത്തിക സ്രോതസ് വിനിയോഗിക്കപ്പെടുന്ന ആ ഒരു കാര്യത്തിൽ പ്ലാനിങ്ങിൽ അതിനുള്ളൊരു കാര്യം തീർച്ചയായിട്ടും ഉണ്ടാവും. എൻ്റെ ഒരു ചോദ്യം, 2 കൊല്ലമായിട്ട് ഇപ്പോഴത്തെ പ്രസൻറ്റ് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നുണ്ടായ അബ്കാരി നയത്തിനെ കുറിച്ചാണ്. അത് പുതിയ ഗവൺമെൻറ്റിൽ എന്തെങ്കിലും വല്ല മാറ്റമുണ്ടാവോ? അത് മാത്രം അറിയാം. അബ്കാരി നയം. നമുക്കിനി പൊറിഞ്ചു ഒരു സ്റ്റാർ ക്വസ്റ്റ്യനറാണ്, അദ്ദേഹത്തിൻ്റെ ചോദ്യം കൂടി. ഇന്ന് ലോകത്തിൽ ഐ ഹാവ് ട്രാവൽ അറ്റ്ലീസ്റ്റ് 25-30 കൺട്രീസ് ഇൻ ദ വേൾഡ്. കേരളം പോലുള്ള ഒരു സ്വീറ്റ് സ്പോട്ട് ഫോർ ടൂറിസം നോവർ ഇൻ ദ വേൾഡ്, നോ പാരീസ്, നോ ജേർണോസ്, ഒരു രാജ്യത്തും കാണത്തില്ല. കാരണം നമുക്കറിയാം നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ്, നമ്മുടെ ഫോറസ്റ്റ് കവറേജ്, നമ്മുടെ ബീച്ച്, ദ ഹിൽ റിസോർട്ട്സ്, ഇൻലാൻഡ് വാട്ടർവേസ്, what you call the backwaters and the rivers. ഇതിനകത്ത് വലിയൊരു പാണ്ഡിത്യമുള്ള ആളാണ്, വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ കൂടിയാണ്. വ്യക്തമായി നമുക്കൊരു 2-3 ചോദ്യം കൂടി എടുത്തിട്ട് ഞാൻ തിരിച്ചു വരാം. So the question, the conclusion is whether the new government formed, if you happen to be there, a big picture and out of the box thinking, which can be revolutionary for this state of Kerala. വലിയൊരു ചിത്രവും ഒരു കോമ്പറ്റീറ്റീവ് എഡ്ജ് സംസ്ഥാനത്തിന് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു സംഭവം. എനിക്കൊന്ന് ഈ ചോദ്യത്തിൽ നമുക്ക് തുടങ്ങാവുന്നതാണ്, പൊറിഞ്ഞൊരു ചോദ്യത്തിൽ തിരിച്ചു പോകാവുന്നതാണ്. ഇതിൽ ടൂറിസത്തിന് നല്ല പ്രാധാന്യം കൊടുക്കണമെന്ന് തന്നെയാണ് LDF കാണുന്നത്. ടൂറിസത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, നമ്മുടെ പരിസ്ഥിതി നല്ലതുപോലെ സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം ഉത്തരവാദിത്വ ടൂറിസം നല്ലതുപോലെ പ്രോത്സാഹിപ്പിക്കപ്പെടുകയും വേണം. അതിൻ്റെ ഭാഗമായി ടൂറിസം വികസിക്കുന്നതിന് ഈ പറഞ്ഞ തോതിൽ വലിയ തോതിൽ തന്നെ നമുക്ക് മുൻഗണന കൊടുക്കാനാവും. അതിലൂടെ 10,000-ങ്ങൾക്ക് പുതിയ തൊഴിലവസരം ലഭ്യമാവുകയും ചെയ്യും. പ്രവാസികൾക്ക് വേണ്ടിയുള്ള വ്യക്തമായ സ്പഷ്ടമായിട്ടുള്ള പദ്ധതികൾ എക്സ്പെർട്ട് ചോദിച്ചിരിക്കുന്നു. പ്രവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ നാടിൻ്റെ ഇന്നത്തെ തകർച്ചയില്ലായ്മയ്ക്ക് പ്രവാസി സംഭാവനയാണ് ഏറ്റവും വലിയ ഘടകം. അത് പ്രത്യേകമായിട്ട് തന്നെ നമ്മൾ കാണണം. എന്നാൽ നമ്മളായാലും ഇന്ത്യ ഗവൺമെൻറ് ആയാലും ആ വിഭാഗത്തോട് വലിയ കൃതജ്ഞത കാണിച്ചവരാണ്. അതാണ് ശരിക്കും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. വലിയ കൃതജ്ഞതയോടെ സ്വീകരിക്കേണ്ടതാണെങ്കിലും നന്ദികേടാണ് നമ്മുടെ ഭാഗത്തുനിന്ന് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ പ്രശ്നം 2-3 ഒന്ന്, അവിടുന്ന് തിരിച്ചു വരുന്നവരുണ്ട്. ആ തിരിച്ചു വരാൻ നിർബന്ധിക്കപ്പെടുന്ന ചില ലോ ആൻഡ് ഓർഡർ പ്രശ്നങ്ങൾ അവിടെ ചിലയിടങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ ആ തിരിച്ചു വരലിൻ്റെ എണ്ണം കൂടും. അങ്ങനെ തിരിച്ചു വരുന്നവരെ എങ്ങനെ പുനരുദ്ധരിപ്പിക്കും? പിന്നെ അവിടെ കഴിയുന്നവർക്ക് ചിലർക്കെല്ലാം ഇവിടെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ കുടുംബത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. അതവരെ വല്ലാതെ മനസ്സിനെ വേവലാതിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഇടപെടാനുള്ളൊരു സംവിധാനം വേണം. ബാബു ചോദിച്ചൊരു ചോദ്യം, ദുർബലരായ വിഭാഗങ്ങൾക്ക് അവരെ ടാർഗറ്റ് ചെയ്യുന്നതിനുള്ള അതിനുള്ളൊരു എംഫസൈസ്. അത് LDF എപ്പോഴും അതിനാണ് മുൻഗണന കൊടുക്കുക. ഇതേവരെ അങ്ങനെ മുൻഗണന കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ദുർബലരായി പോയിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ പ്രാധാന്യത്തോടെ തന്നെ ആ വിഭാഗത്തെ പുനരുദ്ധരിക്കാനുള്ള നടപടികൾ LDF സ്വീകരിക്കുക തന്നെ ചെയ്യും. അബ്കാരി നയത്തെക്കുറിച്ചൊരു ചോദ്യം വന്നിരിക്കുന്നു. അബ്കാരി നയം ഇവിടെ 2 തരത്തിലാണ് ഇത് സംബന്ധിച്ച് തെറ്റിദ്ധാരണകൾ വരുന്നത്. ഒന്ന്, ചിലരൊക്കെ മദ്യനിരോധനം വേണമെന്ന് പറയുന്നവരുണ്ട്. ഞങ്ങൾ നിൽക്കുന്നത് മദ്യവർജനം എന്നിടത്താണ്. മദ്യവർജനത്തിന് വേണ്ടിയുള്ള നല്ല ശ്രമം നടത്തണം എന്നുമാണ് ഞങ്ങളുടെ അഭിപ്രായം. മദ്യനിരോധനം എന്നത് ഒറ്റയടിക്ക് നടപ്പാക്കപ്പെട്ടാൽ ഏതെങ്കിലും തരത്തിൽ മദ്യം വാങ്ങി കഴിക്കുന്ന അവസ്ഥയുണ്ടാകും. ആളുകളുടെ ഇടയിൽ മദ്യം വേണ്ടവർ ഒരുപാട് അനാരോഗ്യമല്ല, ജീവന് ഹാനി ഉണ്ടാക്കുന്ന നടപടികളിലേക്ക് നീങ്ങും. ഒരുപാട് മാരകമായ നടപടികളിലേക്ക് നീങ്ങും. നമ്മുടെ നാട്ടിൽ
നേരത്തെ മദ്യനിരോധനം ഉണ്ടായിരുന്ന ഘട്ടത്തിലെ അനുഭവം, അവിടെ ചിലയിടങ്ങളിൽ വലിയ തോതിൽ ഈ വീടുകളിലെല്ലാം വാറ്റുള്ള അവസ്ഥയുണ്ടായിരുന്നു, കള്ളവാറ്റ്. ഞാനാദ്യം MLA ആയി മത്സരിച്ച ഘട്ടത്തിൽ ഒരു ഗ്രാമത്തിൽ പോയതാണ്. അവിടെ ചെന്നപ്പോൾ ഒരു കടയിൽ വോട്ട് അഭ്യർത്ഥിച്ച് കയറുകയാണ്. അപ്പോൾ അവിടെ ചാക്ക് ഇങ്ങനെ അട്ടിയിട്ടിരിക്കുന്നുണ്ട്, കുറേ ചാക്കുകൾ. അപ്പോൾ ഒരു കറുത്ത സാധനം, എന്താണെന്ന് മനസ്സിലാവുന്നില്ല, ഒരു കറുത്ത ഒരു സാധനം ഇങ്ങനെ ഇതിൻ്റെ അകത്തുണ്ട്. ഞാൻ ഇതെന്താ? അപ്പോൾ വെല്ലെന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ, ശർക്കര. അപ്പോൾ നമ്മുടെ അവിടെ വെല്ലെന്നാണ് പറയുക. അത് വെല്ലാണെന്ന് പറയും. പറഞ്ഞു വെല്ലോ, ഇതെന്തിനാ ഇങ്ങനെ വെച്ചിരിക്കുന്നത്? അപ്പോൾ ഒരാൾ എൻ്റെ വായ ഇങ്ങനെ പൊത്തുകയാണ്. അപ്പോൾ എന്താ സംഗതി എന്ന് പറഞ്ഞാൽ അത് കള്ളവാറ്റിന് വേണ്ടിയുള്ളതാണ്. അതിനപ്പുറത്ത് ഒരു മലയുണ്ട്, മലയിൽ കൊണ്ടുപോയിട്ട് വാറ്റുകയാണ്, എന്നിട്ട് അവിടുന്ന് സപ്ലൈ ചെയ്യുകയാണ്. ഇങ്ങനെയെല്ലാമുള്ള ഒരുപാട് ദുരനുഭവങ്ങൾ നമുക്കുണ്ടായിരുന്നു നേരത്തെ. ഇത് പിന്നെ ഒരുപാട് വേണ്ടാത്ത മറ്റു പലതും ചേർത്ത്, ശരീരത്തിന് അപകടമുണ്ടാക്കുന്ന പലതും ചേർത്ത് ലഹരി കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങളിലേക്ക് പോകും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മാരകമായ അവസ്ഥയുണ്ടാകരുത് എന്നതാണ് മദ്യനിരോധനം എന്നതിനെ അനുകൂലിക്കാതിരിക്കുന്നതിനിടയാക്കുന്നത്. അതേസമയം മദ്യം നല്ലതാണെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. മദ്യം ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. മാത്രമല്ല, മദ്യം ഉപയോഗിക്കുന്നത് ഞങ്ങളുടെ പാർട്ടിക്കകത്തെടുത്താൽ കുറ്റകരമായൊരു കാര്യമാണ്. മദ്യം കഴിക്കാൻ പാടില്ല. കഴിച്ചെങ്കിൽ പാർട്ടിക്കകത്ത് നടപടി തന്നെ വരും, മദ്യം കഴിച്ചെങ്കിൽ. അങ്ങനെയുള്ള ഒരു പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. മദ്യവർജനം എന്ന് പറയുമ്പോൾ കേവലം മദ്യവർജനം പറഞ്ഞ അവിടെ നിർത്തലല്ല LDF ഗവൺമെൻറ് വന്നാൽ ഉദ്ദേശിക്കുന്നത്. LDF ഗവൺമെൻറ് ചെയ്യാൻ പോകുന്നത് മദ്യവർജന സമിതികളുണ്ട് നമ്മുടെ നാട്ടിൽ. അവരുമായി ആലോചിച്ച് കൂടുതൽ നടപടികളിലേക്ക് നീങ്ങും. മദ്യം എങ്ങനെ ഉപയോഗിക്കുന്നത് കുറച്ച് കൊണ്ടുവരാൻ പറ്റും, ഏതെല്ലാം രീതിയിൽ ബോധവൽക്കരണ നടപടികൾ പറ്റും. ബോധവൽക്കരണ നടപടിയാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് കോളേജിൽ പഠിക്കുന്ന കുട്ടികളെല്ലാം മിക്കവാറും പുകവലിക്കുന്നവരായിരിക്കും. ഇപ്പോൾ പുകവലിയുണ്ടോ? അങ്ങനെ അത് വിട്ടുപോയത് ബോധവൽക്കരണത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത്തരത്തിലുള്ള നടപടികളാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാകേണ്ടത്. ഇതാണ് ഞങ്ങൾ കാണുന്നത്. മദ്യവർജനത്തിന് പ്രാമുഖ്യം കൊടുക്കുക, മദ്യത്തിൻ്റെ ഉപയോഗം കുറച്ച് കൊണ്ടുവരിക. പിന്നെ ഞങ്ങൾക്ക് മദ്യം ഇന്ന സ്ഥലത്ത് ഇങ്ങനെ കൊടുക്കണമെന്നതിലൊന്നും ഞങ്ങൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. മദ്യം കഴിക്കേണ്ടവർക്ക് മദ്യം കിട്ടുന്നൊരു നിലയുണ്ടാവണം, അത് മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ. അതായത് മദ്യനിരോധനം പൂർണ്ണമായിട്ട് വേണ്ട, അത് ആപത്തുണ്ടാക്കും. ഒരു പരിസ്ഥിതി ആഘാത പഠനം എന്നൊരു ഏർപ്പാട് എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും നിർബന്ധമാക്കാൻ പറ്റുമോ? വാളയാർ ചെക്ക് പോസ്റ്റിൻ്റെ നവീകരണം എക്സൈസും ഫോറസ്റ്റും ഒക്കെ കൂടി ചേർത്തിക്കൊണ്ട് ഒരു സിംഗിൾ വിൻഡോ ആയിട്ട് അതിനെ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ നടന്നു കിട്ടും. വ്യക്തമായി. അടുത്ത മൈക്ക് താഴെ ഒരു വനിതാ പ്രാന്തത്തോടെ നമ്മൾ അവസാനിപ്പിക്കും. എൻ്റെ പേര് ഷീജ ജൈവൻ. ഇന്നത്തെ ഏറ്റവും അടിസ്ഥാന ആവശ്യമാണ് നമുക്ക് നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം വെച്ചാൽ എത്ര ക്യാഷ് കൂടി വാങ്ങിയാൽ പോലും മായം ചേരാത്ത ഒരു ഭക്ഷണ പദാർത്ഥം കിട്ടാനുള്ളൊരവസ്ഥ കേരളത്തിലില്ല. അപ്പോൾ അതിന് സാറിൻ്റെ ഒരു സർക്കാർ രൂപീകരിക്കുമ്പോൾ സാർ എന്തായിരിക്കും അതിന് വേണ്ടിയിട്ട് ചെയ്യുക? പ്രസാദ് സാറിൻ്റെ പരിസ്ഥിതി സംബന്ധമായിട്ടുള്ള പരിസ്ഥിതി പ്രധാനമായിട്ട് തന്നെ എടുക്കണം. പരിസ്ഥിതി ആഘാത പഠനം നല്ല നിലക്ക് തന്നെ നടത്തേണ്ടതായിട്ടുണ്ട്. അത് കുറ്റമറ്റ രീതിയിൽ നടത്തുന്ന നില ഉണ്ടാകണം എന്ന് തന്നെയാണ്. ഏത് പദ്ധതിയായാലും അത് പരിസ്ഥിതി എങ്ങനെ ബാധിക്കുമെന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട പരിഹാര നടപടികൾ ആദ്യം മുതലേ സ്വീകരിച്ചു പോവുകയും വേണം. വാളയാർ ചെക്ക് പോസ്റ്റ് എനിക്ക് തോന്നുന്നു ഇടതുപക്ഷത്തിൻ്റെ സമയത്ത് വാളയാർ ചെക്ക് പോസ്റ്റ് കൂടുതൽ മെച്ചപ്പെട്ട നിലയിൽ വരണം എന്നാണ്. അതിനോടൊന്നും വ്യത്യസ്തയില്ലല്ലോ. അത് നല്ലൊരു നിർദ്ദേശമായിട്ട്. റീഹാബിലിറ്റേഷൻ്റെ പദ്ധതികൾ വരുമ്പോൾ അത് ഇപ്പോൾ ഉള്ളതുപോലെയല്ല. നമ്മളൊരു പദ്ധതി വരികയാണെങ്കിൽ ആദ്യം തന്നെ ഇതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കണം. ഇന്ന സ്ഥലത്താണ് റീഹാബിലിറ്റി ചെയ്യുക, ഇന്ന തരത്തിലായിരിക്കും. അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടായിരിക്കണം അവരോട് മാറാൻ പറയുന്നത്. അങ്ങനെയാകുമ്പോൾ അവർ തന്നെ മാറും. അതാണ് വേണ്ടത്. നമ്മുടെ സഹോദരി ചോദിച്ചൊരു ചോദ്യമുണ്ട്, മായം അല്ലേ? എന്താണ്? അതെ ഫുഡ് പോയ്സൺ അടിച്ചു അടുത്ത ദിവസമല്ലോ. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് പുറത്തു നിന്ന് പച്ചക്കറി അടക്കം വരുമ്പം അതിനകത്ത് വലിയ തോതിൽ വിഷമടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ ക്രമീകരിക്കും. ആദ്യം LDF ഗവൺമെൻറ് വന്നാൽ അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നതിന് പ്രത്യേക ലൈസൻസ് ഏർപ്പെടുത്തും. എന്നിട്ട് ഏതെങ്കിലും തരത്തിൽ
വിഷാംശമുണ്ട് എന്ന് കണ്ടാൽ അത് റദ്ദ് ചെയ്യുന്ന നില വരും. ഏത് തരത്തിലായാലും ഈ മായം ഇല്ലാതാക്കുന്നതിനുള്ള കർക്കശമായ നടപടി സ്വീകരിച്ചു പോകും. അതുവരെ രാജീവിൻ്റെ അടുത്ത് നിന്ന് പച്ചക്കറി വാങ്ങുക കേട്ടോ. പുതിയ സർക്കാർ വരുന്നവരെ ആരെയും എല്ലാ സാമഗ്രികളും ഇനി അവിടെ നിന്ന് മേടിക്കാവുള്ളൂ. മർസൂക്കിൻ്റെ കടയിൽ നിന്ന് മേടിക്കരുത്. ഓക്കെ, നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. വളരെ സർഗാത്മകവും ക്രിയാത്മകവുമായിട്ടുള്ള ഒരു സംവാദമായിരുന്നു. വലിയ ഒച്ചപ്പാടും ബഹളമൊന്നുമില്ല. സാനുമാഷെ പോലെ വളരെ പരിണതപ്രജ്ഞരായ ആൾക്കാരുടെ സാന്നിധ്യം കൊണ്ടായിരിക്കും ആൾക്കാർ വളരെ ശാന്തത പാലിച്ചത്. ഈ പരിപാടി സമാപിക്കുന്നു. ടൈംസിന് വേണ്ടി ഞാൻ തന്നെ നന്ദി പറയുകയാണ്. ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ഒരു മൊമെൻറ്റോ ശ്രീ പിണറായി വിജയന് നൽകിക്കൊണ്ട് ഈ പരിപാടി അവസാനിക്കുന്നു.